നോക്കൂ, ഇതിനകത്ത് ഒരുപക്ഷെ ലോകത്ത് നമ്മൾ മുമ്പ് എവിടെയും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വീഡിയോ ക്ലിപ്പുകളാണ് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പ്രജ്വലിന് വേണ്ടി പ്രചരണം നടത്തിയിരുന്നു. ഈ വിഷയം രണ്ടാം ഘട്ടത്തിൽ പക്ഷേ തെരഞ്ഞെടുപ്പിന് ഗുണകരമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിലാണോ നിങ്ങളുടെ ശ്രദ്ധ, അതോ കുറ്റവാളിയെ പിടിപ്പിക്കുന്നതിലാണോ? അങ്ങനെയാണെങ്കിൽ FIR ഇട്ട് അയാളെ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു കോൺഗ്രസ് സർക്കാരിന് എന്നാണ് ഇന്ന് അമിത്ഷാ പറഞ്ഞത്. അമിത്ഷാ വായ് തുറക്കുമ്പം, പ്രധാനമന്ത്രി വായ് തുറക്കുമ്പം കള്ളം പറയാന്ന്. ഈ ദേവരാജ് ഗൗഡ ഡിസംബർ 8, 2023 കത്തെഴുതിയിട്ടുണ്ടായിരുന്നു യെദ്യൂരപ്പയുടെ മകനോട്, BJP അധ്യക്ഷൻ അവിടെ കർണാടകയിൽ. പറയാന്ന് പറഞ്ഞാൽ 2000-ലധികം വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നുണ്ട്, സ്ത്രീകളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും എഴുതിയിട്ട് പറഞ്ഞാൽ ഈ ക്യാൻഡിഡേറ്റിന് നമുക്ക് എന്തായാലും നോട്ട് ചെയ്യണം, നമുക്ക് കൊടുക്കാൻ പാടില്ല ടിക്കറ്റും. എന്നിട്ട് അദ്ദേഹത്തിന് ഈ പെൻ ഡ്രൈവ് കൊടുത്തത് ആരാ? ഡ്രൈവർ, രേവണ്ണൻ്റെ ഡ്രൈവറാണ് കൊടുത്തത്. അപ്പോൾ ആ ഡ്രൈവർ ഇന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വീഡിയോയിൽ പറഞ്ഞിരിക്കുക, ഞാൻ വെറും ദേവരാജിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ പെൻ ഡ്രൈവ്, കോൺഗ്രസിന് കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എവിടെയാണ് ഈ കോൺഗ്രസിന് അറിഞ്ഞതെന്ന് പറയുന്നത്, എന്താ തെളിവ് അതിൽ? ദേവരാജ് ഗൗഡക്കാന്ന് അത് ആദ്യം കിട്ടിയത്. എന്നിട്ട് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും ലജ്ജപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിക്ക് ഇതറിയാം, എന്നിട്ടും പ്രധാനമന്ത്രി ടിക്കറ്റ് കൊടുക്കുന്നതിന് ഒന്നും എതിർപ്പുണ്ടായിട്ടില്ല. എതിർപ്പുണ്ടായിട്ടില്ല. രണ്ടാമത്, അതിൻ്റെ ശേഷം പ്രധാനമന്ത്രി പ്രചനം ചെയ്തു. അത് നിങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമത്, ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരെ കീഴിലാണ് വരുന്നത്? ഇമിഗ്രേഷൻ IBL വരുന്നത് ആരെ കീഴിലാന്ന്? ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആര്? അമിത്ഷാ. എന്നിട്ട് അദ്ദേഹം ഈ രേവണ്ണനെ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ വിട്ടു. മനസ്സിലാക്ക്. എന്നിട്ട് നാലാമത്തെ പോയിന്റ്, ഇതുവരെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് ഇല്ല, ഒന്നുമില്ല, തിരിച്ചു കൊണ്ടുവരാനൊന്നുമില്ല. എന്നിട്ട് ഞങ്ങളെ മേലെയാണോ അദ്ദേഹം ആരോപണം ഇടുന്നത്? എന്ത് ആരോപണമായത്? സ്ത്രീകളുടെ വിഷയത്തിൽ അത് രാജസ്ഥാനായാലും ഞങ്ങളെ സംസ്ഥാനം ഞങ്ങൾ ഭരിക്കുന്ന ഉടനെ നമ്മൾ നടപടിയെടുക്കും. ഹാത്രസിൽ ആരേനും ആദ്യം എത്തിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അവിടെ എത്തിയതിന്റെ ശേഷമാണ് അതൊരു CBI പ്രോബായത്. നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ മറക്കാൻ പാടില്ലാത്തെന്ന് പറഞ്ഞാൽ 6 മാസമാണ് ഗുസ്തി താരങ്ങൾ അവിടെ പ്രതിഷേധം ചെയ്ത ജന്തർ മന്തറിൽ. എനിക്ക് പ്രധാനമന്ത്രി എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പുതിയ പാർലമെന്റ് ബിൽഡിംഗിന്റെ ഇനോഗ്രേഷൻ ദിവസം ഈ ഗുസ്തി താരങ്ങൾ പ്രതിഷേധം ചെയ്ത് അവിടെ പാർലമെന്റ് അടുത്ത് എത്തുമ്പം ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് മൊളസ്റ്റർ MP of BJP അതിൻ്റെ അകത്തിരിക്കുമ്പം പോലീസ്, അമിത്ഷായുടെ ഡൽഹി പോലീസ് അവരെ അടിക്കുകയായിരുന്നു. മനസ്സിലായോ? ഇതാണ് അവരെ ഒരു Debate with MV Nikesh Kumar.